പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ ഊർജിത ശ്രമം. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജസ്സി, ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടുവയെ പിടികൂടാൻ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് ധനസഹായമായ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, അവിടെ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു. ഏറ്റവും ഒടുവിലായി ദൗത്യസംഘം വിശദീകരിക്കുന്നത് എന്താണ്? നീക്കങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കും. പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയെ ആവശ്യമെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്ന ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആദ്യ ശ്രമം എന്നുള്ള നിലയിൽ കടുവയെ കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. അതിന് മയക്കുവെടി വയ്ക്കാനുള്ള നീക്കവും ഉണ്ടാകുന്നുണ്ട്. മറ്റ് വഴികളില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം എന്ന നിലപാടിലാണ് ഈ ഘട്ടത്തിൽ ദൗത്യസംഘം ഉള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? ടി.കെ, നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മരിച്ച കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ കൈമാറുന്നതിനായാണ് ഇവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 11 ലക്ഷം രൂപ കുടുംബത്തിന് നൽകും എന്നാണ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഇപ്പോൾ കൈമാറുകയും ചെയ്യും. അതിനായി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കൂട് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട, കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരു വശത്തുകൂടി പുരോഗമിക്കുന്നുണ്ട്. അതിൽ കൂട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ നടപടി. അത് ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് ദൗത്യസംഘത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ പുനരാരംഭിക്കുക. ഒപ്പം തന്നെ ദൗത്യസംഘത്തിന്റെ ഒരു കാവൽ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഊർജിതമായ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്, ഊർജിതമായ രീതിയിൽ നിലവിൽ നടക്കുകയാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, കടുവയെ പിടിക്കുന്നതിനാവശ്യമായ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ സേനാംഗങ്ങളെ, ഈ ദൗത്യ സേനാംഗങ്ങളെ കൂടുതൽ ഇവിടേക്ക് എത്തിക്കുക, RRT സംഘങ്ങളെ കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിക്കുക, ഷൂട്ടർമാരെ എത്തിക്കുക, ഈ വെറ്ററിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ, അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ ഉടനടി ഈ പ്രദേശത്തേക്ക് എത്തിക്കുക, ഈ ദൗത്യസംഘം സുഗമമായ രീതിയിൽ നാളെ പുനരാരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ കളക്ടറും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു. നേരത്തെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് ഉയർന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് കളക്ടർ ഈ പ്രദേശത്തേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം നാട്ടുകാർ ഉന്നയിച്ചതാണ്. കളക്ടർ എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തി തങ്ങൾക്കൊരു മറുപടി നൽകാത്തത് എന്നവർ ഏറെ വൈകാരികമായി രോഷാകുലരായി ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ അതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. താൻ ചില മീറ്റിംഗുകളുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് റിവ്യൂ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് താൻ കണ്ണൂരിലായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ താൻ ഇവിടേക്ക് വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തതാണ്. ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി അവർ മുന്നോട്ട് പോയതാണ്. ഏതായാലും നേരത്തെ ഉയർന്നു വന്ന ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക്, അവരുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകുക കൂടിയാണ് കളക്ടർ DR മേഘശ്രീ ഈ ഘട്ടത്തിൽ ചെയ്തത്. ഏതായാലും ഒരു ഭാഗത്ത് ഈ കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കടുവയെ വീണ്ടും കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. അവർ വലിയ ആശങ്കയിലാണ്. ഇനിയും കടുവ ഇറങ്ങുമോ എന്നുള്ള അവരുടെ ഭീതി ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഇപ്പോഴുള്ള ഈ ദൗത്യസംഘത്തിന്റെ നീക്കങ്ങളെ, അവരുടെ ആക്ഷൻ പ്ലാനിനെയൊക്കെ നാട്ടുകാർ കാണുന്നത് എങ്ങനെയാണ് അഭിജിത്ത്? നിലവിൽ അവർക്കൊരു ആശങ്കയുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കാരണം വനമേഖലയോട് അടുപ്പിച്ചുള്ള ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു കടുവ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അത് അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലൊക്കെ അവരുടെ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, അവരുടെ ഭീതി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും പലപ്പോഴും അതൊന്നും ഫലം കാണാറില്ല എന്നുള്ള അവരുടെ മുൻകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതിനാൽ തന്നെ അവർ അവരുടെ ഭീതി, അവരുടെ ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ട്.
നേരത്തെ ഈ വലിയ പ്രതിഷേധം അവിടെ ഉടലെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ആശങ്ക തന്നെയാണ്, ഈ ഭീതി തന്നെയാണ്. കേവലം ഒരാഴ്ച മുൻപ് മാത്രമാണ് അവർ ഈ പ്രദേശത്തുള്ള വന്യമൃഗശല്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത്. പക്ഷേ അതിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അത് ന്യായവുമാണ്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ വന്യമൃഗങ്ങൾ തങ്ങളുടെ ആവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു, തങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു, തങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ അത് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏറെ ആശങ്കയോടെയാണ് അവർ നോക്കിക്കാണുന്നത്. മന്ത്രി അക്കാര്യത്തിൽ നേരത്തെ ഒരു വിശദീകരണം നൽകാൻ ശ്രമിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മരിച്ച രാധയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ മന്ത്രി OR കേളു കൈമാറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അത് സ്വാഭാവികവുമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടമായ കാര്യമാണ്. അവിടെ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി ദൗത്യസംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു.